ഹായ് സുഖല്ലേ. ഇന്ന് നമുക്ക് തനി ഒരു നാടൻ പാലക്കാടൻ ഊണാണ് കേട്ടുള്ളൂ. വെള്ളരിക്ക കൂട്ടും കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടിയും. ഈ കയ്പ്പയ്ക്ക മെഴുക്ക് വരട്ടി നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന റെസിപ്പിയാണ് കേട്ടുള്ളൂ. നോക്കാം. അപ്പോൾ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടുള്ളൂ. ഇത് വെള്ളരിക്ക കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്നും ഇടാതെയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഈ വെള്ള കയ്പ്പയ്ക്ക ഇവിടെ കിട്ടില്ല കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊട്ടി വിരിപ്പിച്ചതാണിത്. അപ്പം ഞാൻ ഒരു കയ്പ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഈ മെഴുക്ക് വരട്ടി റെസിപ്പി വേണമെന്ന വഞ്ഞിയുടെ കറി ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു ഒരുപാട് കൂട്ടുകാരെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ കറി ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ട്, ഈ കുരു കളയാൻ വേണ്ടി ഞാനൊരു സൂത്രപ്പണി ചെയ്യാറുണ്ട്. അതുപോലെ സ്പൂൺ കൊണ്ട് കളഞ്ഞു നോക്കൂ കേട്ടോ, പെട്ടെന്ന് കുരു നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളവർ കമൻറ്റ് ചെയ്യൂ, ഇല്ലാത്തവർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞോളൂ. ഞാനിപ്പോൾ ഇത് അതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകിയിട്ടാണ് അരിഞ്ഞത്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെക്കണം കേട്ടോ. അതിൻ്റെ കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം താഴെ ഊർന്ന് വരികയാണെങ്കിൽ ആ വെള്ളം കളഞ്ഞാൽ കയ്പ്പൊക്കെ പോവും. അല്ലെങ്കിൽ ഈ കയ്പ്പയ്ക്ക് അധികം കയ്പ്പില്ലല്ലോ. അപ്പം അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി വെള്ളരിക്ക കൂട്ടിൻ്റെ നോക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണം ഈ പരിപ്പ് മുക്കാൽ വേവ് ആയിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഇപ്പം തന്നെ കുക്കറിൽ അടിക്കേണ്ട ആവശ്യമില്ല, ഇല്ലാതെ തന്നെ ഇത് നന്നായി വെന്തോളും. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക അരിഞ്ഞെടുത്തു. പിന്നെ ഞാനൊരു 2 പച്ചമുളകും കീറിയിട്ട് ഈ മുക്കാലും വെന്ത് ആ പരിപ്പിലേക്ക് നമ്മളത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും ഇടുള്ളൂ. ഇനി ഇതിപ്പോൾ വേവാൻ വെള്ളം പോരല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കുള്ളൂ. നല്ല രസമാണ് ഇത് കഴിക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ഉപ്പേരി, കൂർക്ക ഉപ്പേരിയോ കയ്പ്പയ്ക്ക ഉപ്പേരിയോ കായമെഴുക്ക് വരട്ടിയോ അതൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ വെള്ളരിക്ക കൂട്ടിൻ്റെ കൂടെ. നല്ലൊരു കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഈ കറി? കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കയ്പ്പയ്ക്ക ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള മസാല വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 4 ചെറിയ ഉള്ളി, അധികം എടുക്കരുത്, ഒരു 4 ചെറിയ ഉള്ളി. ഇത് കാണുമ്പോൾ ഇത്തിരി വലുതുപോലെ തോന്നിയാലും 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി കൂടി ഇടണം. 4 വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. നോക്കൂ, 4 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി. മസാല അധികം ഇങ്ങനെ പൊതിഞ്ഞിരിക്കരുത്, അതുകൊണ്ടാണ് പറയണത് കേട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി അരച്ചിട്ട് ഈ മുളക് അരച്ചിട്ടില്ലേ, ഇതിനെ നമ്മൾ ആ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി മിക്സാക്കിയിട്ട് നമുക്ക് ആ മസാല ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് പിടിച്ചിട്ടാണ് നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കേണ്ടത് കേട്ടോ. ആ പുരട്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിൽ മെയിനായിട്ട് ഞാനൊരു സൂത്രപ്പണി ചേർത്തണത് 2 സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോളൂ. അപ്പോൾ ഒട്ടുമേ കയ്പ്പുണ്ടാവില്ല നമ്മുടെ മെഴുക്ക് വരട്ടിക്ക്. ഇനി ചൂടായി ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. ഞാനപ്പോൾ വീഡിയോയിൽ കാണിക്കേണ്ട ലെങ്ത്ത് കൂടുന്നു പറഞ്ഞിട്ടാണ്. ഇനി നമുക്ക് ആ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ പുരട്ടി വെച്ചിട്ടില്ലേ നമ്മളുടെ മസാല, പുളിവെള്ളം ഒഴിച്ചോളൂ കേട്ടോ, അധികമല്ല, 2 സ്പൂണ്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് അത് അവിടെ കിടന്ന് വെന്ത് മുരിയട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനം നോക്കാം. അപ്പോൾ കൂട്ടിലേക്ക് തേങ്ങ അരയ്ക്കണം. തേങ്ങയുടെ കൂടെ 2 സാധനം കൂടെ അരച്ചു കൊടുക്കണം. ഇത് കൂട്ടിനാണ് കേട്ടോ അരയ്ക്കണത്. ഉഴുന്നുപരിപ്പ്, കുരുമുളക്, ഇത് നന്നായി ചുമക്ക വറുത്തിട്ട് നമ്മൾക്ക് ഈ തേങ്ങയിലേക്ക് ചേർത്തി കൊടുക്കണം. നോക്കൂ, ജീരകം വറക്കുമ്പിടില്ല, ജീരകം പച്ച അരയ്ക്കണം കേട്ടോ. അപ്പോൾ ജീരകം പച്ച ഇട്ടിട്ടുണ്ട്. ഒരു 4 മണി ജീരകം ഇട്ടു, പച്ചമുളക്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ഇട്ടെന്നറിയോ? തേങ്ങ, കുരുമുളകും ഉഴുന്നുപരിപ്പും വറുത്തത്, പച്ച ജീരകം, പച്ചമുളക് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചു. നന്നായിട്ട് തൈരിയില്ലേ, അത് അരച്ചിട്ട് നമ്മളുടെ പരിപ്പും കഷ്ണങ്ങളും ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പേരിക്കൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടുള്ളൂ, അടി പിടിക്കാതിരിക്കണ്ടേ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ നോക്കുമ്പോൾ എന്തൊരു മണമെന്നറിയോ. ഇനി നമ്മളുടെ കൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പിടണം. ഇനിയിപ്പോൾ വേവാതിരുന്നാലോ പരിപ്പെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ചെറുപയർ പരിപ്പായ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും ഞാനിതാ ഇപ്പോഴാണ് ഉപ്പിട്ടിട്ട് ഇളക്കിയത് കേട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ കൂട്ട്, അരച്ചത് ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അങ്ങനെ തിളച്ച് പറ്റുമൊന്നും വേണ്ട. കൽച്ചട്ടിയിലായ കാര്യം ഇത് ഇരുന്നൊന്ന് കുറുകും. അപ്പോൾ ഇതൊന്ന് തിളച്ചതും നമുക്ക് ഓഫ് ചെയ്യാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ വേണ്ടത് ഉഴുന്നുപരിപ്പ്, കടുക്, കറിവേപ്പില, മുളക്, ഇത്ര സാധനം നമ്മൾ സാധാരണ എലിശ്ശേരിക്കൊക്കെ വറുത്തിടില്ലേ, അതുപോലെ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2-3 സ്പൂൺ കേട്ടോ, ചെറിയ 2-3 സ്പൂൺ തേങ്ങ ചെരുകിയത് വേണം. അതും കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല മണം വരണ മാതിരി, എന്തൊരു മണം എന്നറിയോ, ആ മണം വരണ പോലെ ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിനെ നമ്മുടെ കൂട്ടിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോളൂ. അപ്പോൾ നമ്മുടെ കൂട്ടിതാ ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇത് കൽച്ചട്ടി ആയാലും ഇരുന്നൊന്ന് തിളയ്ക്കും. അപ്പോൾ അതാ നമ്മളുടെ വറുത്തിട്ടുള്ള
ആ തേങ്ങയും കടുകും വറുത്തിട്ട് അതും കൂടി നമ്മുടെ എലിശ്ശേരിക്കൊക്കെ വറക്കില്ലേ അതുപോലെ ഉഴുന്ന് പരിപ്പ് ഇടണട്ടുള്ളൂ, അതും കൂടി ഇട്ടിട്ട് വറുത്തത് അതിലേക്ക് കൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കൂട്ട് നല്ല രസമായിട്ട് നല്ല മണമാണ്. ഈ വെള്ളരിക്ക കൂട്ടി കയ്പ്പയ്ക്ക ഉപ്പേരി നല്ല അസൽ ഉഗ്രൻ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോളൂ. ഇത് നോക്കൂ, നമ്മുടെ കയ്പ്പയ്ക്ക ഇപ്പോൾ ഏകദേശം വലിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിടെ അങ്ങനെ ഒരുപാട് ഫ്രൈ ആവണത് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചും കൂടി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി മൊരിച്ചെടുത്തോളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, പക്ഷേ അങ്ങനെ ഒഴിച്ചോളൂ. നല്ല മണം, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ആദ്യം അധികം എണ്ണ ഒഴിച്ചില്ലല്ലോ, ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്പെഷ്യൽ കയ്പ്പയ്ക്ക ഉപ്പേരിയിട്ടുള്ളൂ. വന്നി കറി കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ആ കയ്പ്പയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടുള്ളൂ ഇത്. അപ്പോൾ അതാ നമ്മുടെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല തൈരും ചോറും പപ്പടവും ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഊണൊന്ന് കഴിച്ചു നോക്കും. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ 2 വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ അല്ലേ? മറക്കരുത് കേട്ടുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ വറുത്തതൊക്കെ വെതറി ഞാൻ ആ കറി ഡെക്കറേറ്റ് ചെയ്തോട്ടുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഈ ഉഗ്രൻ കോംബോ ട്രൈ ചെയ്യൂ കേട്ടോ.